ഇന്ന് രാത്രിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് തുറക്കാം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അന്ന് കുഷ്ഠരോഗികളായ 4 ആൾ പടിവാതിൽക്കലുണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുകൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്തു തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്ത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിൽക്ക ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അരാം പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ കാവൽക്കാരെ വിളിച്ചു, അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആധുനിക മിഷന്റെ പിതാവായ വില്യം കേറി 1792 യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിച്ച് 200-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു പ്രസംഗത്തിന്റെ തലക്കെട്ടാണ്. വില്യം കേരിയുടെ ജീവിതത്തിന്റെ അടങ്ങാത്ത ആവേശം ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കുക, സുവിശേഷം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കണമെന്നുള്ള അടങ്ങാത്ത ആവേശമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, നിന്റെ കൂടാരത്തിന്റെ വാതിലുകൾ വിശാലമാക്കുക, നിന്റെ സന്തതികൾ ജാതികളുടെ ദേശം കൈവശമാക്കും എന്ന് കുറിവാക്യം എടുത്തുകൊണ്ട് ജാതികളുടെ ഇടയിലേക്ക് മിഷൻ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് പ്രസംഗിച്ചപ്പോൾ വേദിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ എഴുന്നേറ്റ് അദ്ദേഹത്തോട് അട്ടഹസിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: യങ് മാൻ, സിറ്റ് ഡൗൺ. വെൻ ഗോഡ് പ്ലീസസ് ടു കൺവേർട്ട് ദ ഹീതൻ, ഹി വിൽ ഡു ഇറ്റ് വിത്തൗട്ട് യുവർ എയ്ഡ് ഓർ മൈൻ. ചെറുപ്പക്കാര, അവിടെ അടങ്ങിയിരിക്കെ. ദൈവത്തിന് ജാതികളെ രക്ഷിപ്പാൻ പ്രസാദം തോന്നുമ്പോൾ അതിന് എന്റെയോ നിങ്ങളുടെയോ ആവശ്യമില്ല എന്ന് ആ സ്നേഹിതൻ അട്ടഹസിച്ച് പറഞ്ഞു. പക്ഷേ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോകുവാൻ ദൈവം കൊടുത്ത ദർശനമുള്ള അടങ്ങാത്ത ആവേശമുള്ള ആ മനുഷ്യന്റെ ഉള്ളിൽ സുവിശേഷത്തിന്റെ തീനാളം കത്തിക്കൊണ്ടിരുന്നു. ആ മനുഷ്യൻ തന്റെ ആശയം മറ്റു പലരുമായി പങ്കുവെച്ചു. തന്റെ ഭാര്യ അതിനെതിരായിരുന്നു. തന്റെ പിതാവ് ഒരിക്കൽ ചോദിച്ചു, വില്യത്തിന് ഭ്രാന്ത് പിടിച്ചോ? ഈസ് വില്യം മാഡ്? വില്യത്തിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചു. ആ മനുഷ്യനെ ഒരു ഭ്രാന്തനെ പോലെ ആളുകൾ കരുതിയെങ്കിലും ആ മനുഷ്യൻ ഇന്ത്യയിലേക്ക് സുവിശേഷവുമായി പുറപ്പെടുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ചെയ്ത് 5 മാസം കപ്പലിൽ യാത്ര ചെയ്ത് കൽക്കട്ടയിൽ സുവിശേഷവുമായി എത്തി. അവിടെ എത്തിയപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, കയ്യിൽ പണമില്ലായിരുന്നു, ദീർഘദിവസം ഭക്ഷണമില്ലായിരുന്നു, തൻ്റെ മക്കൾ രോഗികളായി തീർന്നു. തൻ്റെ മകൻ പീറ്റർ മരിക്കുമ്പോൾ ശവമടക്കുവാൻ ഒരു പെട്ടി പോലും മേടിക്കാൻ നിർവാഹമില്ലാതെ സ്വന്തം കൈകൊണ്ട് കുഴി കുഴിച്ച് തൻ്റെ മകനെ അടക്കുകയുണ്ടായി.
ആ കാഴ്ച കണ്ട് സുബോധം നഷ്ടപ്പെട്ട ഭാര്യ അടുത്ത 12 വർഷം ഒരു മനോരോഗിയായി ഒരു മുറിയിൽ അടയ്ക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വില്യം ഖേരി ബംഗാളി ഭാഷ പഠിച്ചു. ബംഗാളി ഭാഷയിലെ ലിപികൾ പഠിച്ച് 12 വർഷം കഠിനാധ്വാനം ചെയ്ത് ബംഗാളിയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. സെറാംപൂർ കോളേജിന് അദ്ദേഹം അടിത്തറയിട്ടു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുകയും സെറാംപൂർ കോളേജ് തുടങ്ങുകയും ചെയ്ത ആ മഹാനായ മനുഷ്യൻ പറഞ്ഞ വാചകമാണ്, ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. തൻ്റെ ഭാര്യ എതിരായിരുന്നു, തൻ്റെ പിതാവ് എതിരായിരുന്നു, സ്നേഹിതന്മാരെതിരായിരുന്നിട്ടും സുവിശേഷം ഇന്ത്യയിൽ എത്തിക്കണമെന്നുള്ള അടങ്ങാത്ത ആവേശമുണ്ടായിരുന്ന ആ മനുഷ്യനെ, സുവിശേഷത്തിന്റെ തീനാളം ഉള്ളിൽ കത്തുന്ന ആ മനുഷ്യനെ, ദൈവം ആ മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്ത സ്വപ്നത്തെ, ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്ത ദർശനത്തെ, ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്ത വിശ്വാസത്തെ തടുക്കുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുമായിരുന്നില്ല. ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, ദൈവം അതിനൊരാഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പാകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബം എതിരാണെങ്കിലും, സ്നേഹിതരെതിരാണെങ്കിലും, പിതാവ് എതിരാണെങ്കിലും, ദൈവം ആ ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയുകയില്ല. നിങ്ങളിലൂടെ ഒരു വലിയ കാര്യം ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ആ വലിയ കാര്യം ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് എത്ര പേര് ദൈവത്തോട് നിലവിളിച്ച് പറയാൻ ഒരുക്കമാണ്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, സാഹചര്യങ്ങൾ എന്തെല്ലാം പ്രതികൂലമായിരുന്നാലും, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അതിനുവേണ്ടി സഹിക്കേണ്ടി വന്നാലും, ദൈവം തരുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ 5 കുഷ്ഠരോഗികൾ ദൈവത്തിന്